സർവ്വമനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തു. രക്ഷാകര ജീവിതവും കുരിശുമരണവും ഉത്ഥാനവും വഴി മനുഷ്യരക്ഷ സാധ്യമാക്കിയ ഈശോനാഥൻ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യരെ വിളിച്ച് തൻ്റെ പ്രേഷിത ദൗത്യം ഏൽപ്പിച്ചു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവിൻ്റെ ഈ കൽപ്പന ശിരസാ വഹിച്ച് ഭാരത മണ്ണിലേക്ക് സുവിശേഷവുമായി കടന്നുവന്ന ദീദിമോസ് എന്നു വിളിക്കപ്പെടുന്ന തോമാശ്ലീഹ. അലചിതറും അറബിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാശ്ലീഹ. ഓ വരവായി തോമാശ്ലീഹ. അലചിതറും അറബിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാശ്ലീഹ. ഓ വരവായി തോമാശ്ലീഹ. തോമാശ്ലീഹായേ, വിശുദ്ധ തോമാശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ. തോമാശ്ലീഹായേ, വിശുദ്ധ തോമാശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ. ഒന്നാം നൂറ്റാണ്ടിൽ അറബി രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന കേരളത്തിലേക്ക് പേർഷ്യയിൽ നിന്നും പാലസ്തീനായിൽ നിന്നും ധാരാളം കച്ചവടക്കാർ എത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ അവർക്കേറെ പ്രിയങ്കരമായിരുന്നു. ഭാരതത്തിലെ പ്രധാന തുറമുഖമായിരുന്ന മുസരിസിൽ, ഇന്നത്തെ കൊടുങ്ങല്ലൂരിൽ AD 52 തോമാശ്ലീഹ കപ്പലിറങ്ങി. അന്ന് രാജ്യം ഭരിച്ചിരുന്ന പള്ളിദാന പെരുമാൾ എന്ന ചേരമൻ രാജാവ് തോമാശ്ലീഹായെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ഒറ്റ ഏറ്റുപറച്ചിലിൽ യേശുവിലുള്ള തൻ്റെ മുഴുവൻ വിശ്വാസവും സമർപ്പണവും ഉറപ്പിച്ചു മുന്നേറിയ തോമാശ്ലീഹ ചേരമൻ രാജാവിൻ്റെ ഹൃദയം കവർന്നു. കൊട്ടാരത്തിൽ താമസമാക്കാനുള്ള രാജാവിൻ്റെ ക്ഷണം സ്വമനസ്സാൽ വേണ്ടെന്നുവെച്ച് എളിയ ജീവിതമാർഗം സ്വീകരിച്ച് തോമാശ്ലീഹ അവിടുന്ന് യാത്രയായി. യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് രോഗികളെ സുഖപ്പെടുത്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചും സുവിശേഷത്തിന് സാക്ഷ്യമേകി. കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ സഭാസമൂഹങ്ങൾക്ക് രൂപം നൽകി. ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ ഈ സഭാസമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. 20 വർഷത്തോളം കേരളത്തിൽ നടത്തിയ പ്രേഷിത വൃത്തിക്ക് ശേഷം പാണ്ഡിദേശം എന്നറിയപ്പെടുന്ന ഇന്നത്തെ തമിഴ്നാട്ടിലേക്ക് തോമാശ്ലീഹ യാത്രയായി. തൻ്റെ സുവിശേഷ പ്രവർത്തനം വഴി മൈലാപ്പൂർ രാജാവും അനുചരന്മാരും ജ്ഞാനസ്നാനം സ്വീകരിച്ച് യേശുവിൽ വിശ്വാസികളായി. ഇതോടെ ചില കുബുദ്ധികളുടെ സ്ഥാപിത താൽപ്പര്യങ്ങളും അഴിമതികളും നടക്കാതെ വന്നു. ശ്ലീഹ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങളുടെ ഇംഗിതം നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവർ ശ്ലീഹായെ വധിക്കാനുള്ള ഗൂഢാലോചനയുമായി മുന്നോട്ടുപോയി. അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന പ്രഖ്യാപനത്തോടെ യേശുവിനായി ജീവത്യാഗം ചെയ്യാൻ സന്നദ്ധനായിരുന്ന ശ്ലീഹായ്ക്ക് ഇവരുടെ എതിർപ്പുകൾ തൻ്റെ പ്രവർത്തനത്തിന് ഒരു തടസ്സമേ ആയിരുന്നില്ല. ലാസർ മരിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. അവർ നമ്മെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, വരൂ, നമുക്ക് അവനോടൊത്തു പോയി മരിക്കാം. AD 72 ജൂലൈ 3-ാം തീയതി ശ്ലീഹ മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ
അദ്ദേഹത്തെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. താൻ നട്ടുവളർത്തിയ ഭാരതസഭയ്ക്ക് തൻ്റെ അവസാന തുള്ളി രക്തം വരെ നൽകിക്കൊണ്ട് നമുക്ക് മാതൃകയായി അനശ്വരമായ ജീവിതത്തിലേക്ക് ശ്ലീഹ കടന്നുപോയി. തോമാശ്ലീഹ തെളിച്ച വിശ്വാസം മുറുകെ പിടിച്ച് യേശുവിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സുവിശേഷ വെളിച്ചം നാട് മുഴുവൻ പരക്കാൻ തോമാശ്ലീഹായുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. തോമാശ്ലീഹായോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അലചിതറും അറബിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാശ്ലീഹ, ഓ വരവായി തോമാശ്ലീഹ. അലചിതറും അറബിക്കടലിൽ തിരതല്ലും തീരം തേടി വിശ്വാസ നൗകയിലേറി വരവായി തോമാശ്ലീഹ, ഓ വരവായി തോമാശ്ലീഹ. തോമാശ്ലീഹായേ, വിശുദ്ധ തോമാശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ, പ്രേഷിതനാം ശ്ലീഹായേ. തോമാശ്ലീഹായേ, വിശുദ്ധ തോമാശ്ലീഹായേ, സുവിശേഷ സാക്ഷ്യം നൽകാനാഗതനാം ശ്ലീഹായേ,